അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ട്രെയിൻ വൈബ്സ്. അപ്പോൾ അതാ ഇന്ന് കല്യാണ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷബുദ ചെക്കൻ്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെയാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം കുളിച്ചിട്ട് പോകാനില്ലേ ഷബു? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം കുളിച്ചിട്ട് പോകാൻ. ആദം എണീറ്റിട്ടില്ല. ആദമിൻ്റെ ഫുഡ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ഓരോരുത്തർ എണീക്കണോലൊക്കെ ഫുഡ് പോയി കഴിക്കുന്നുണ്ട്. റൈന മമ്മി പോയി, കുട്ടികൾ പോയി, എല്ലാവരും പോയി ഫുഡ് കഴിച്ച് പോകുന്നു കേട്ടോ. ഇഞ്ഞു ഡ്രസ്സ് മാറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ നമ്മൾ, മൈലാഞ്ചി കല്യാണത്തിൽ പോയ വീഡിയോ, അതായത് കുട്ടിക്ക് പുറം കൊടുക്കാൻ പോയ വീഡിയോ അല്ലേ? ആ വീഡിയോയിൽ പോയ അതേ സ്ഥലത്തേക്ക് 1 മണിക്കൂർ നമുക്ക് ഇവിടുന്ന് ഡ്രൈവ് ഉണ്ട്. ഇനി വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകണം കേട്ടോ. ഷെബൊക്കെ അടിപൊളിയായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്താണ്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മാറ്റി റെഡി ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കമൻറ്റ്സ്. നമ്മളിപ്പോൾ അങ്ങ് ചെറുക്കൻ്റെ വീട്ടിൽ നടന്ന് പോകട്ടോ. അപ്പോൾ ആ വൈക്കെന്നാണ് വീഡിയോ എടുക്കുന്നത്. പോണവരും വരുന്നവരൊക്കെ ഞങ്ങളെ നോക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ അതാ ഞങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടോ. ഇവനാണോ ചെക്കൻ, ഗ്രൂമേറ്റ് അല്ലേ? ആരാണോ ചെക്കൻ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. കണ്ടോ, ഓ ഫുള്ള് ഇന്ന് കോട്ട് സൂട്ടൊക്കെ ഇട്ട് സെറ്റാണ്. അച്ചൂട്ടൻ നിന്ന് അച്ചൂട്ടൻ ഇതാക്കണ് ഇവിടെ. ഇത് നമ്മൾ പോന്നപ്പോൾ പർച്ചേസ് ചെയ്ത് പോകുന്ന ഡ്രസ്സിൽ അച്ചോ ഡ്രസ്സ് ഉണ്ട്. കുഞ്ഞാ അത് കാണിച്ചാൽ അത് കുട്ടൻ്റെ ഡ്രസ്സ് അഞ്ചം ഇട്ടു ആക്കണ്. അത് നീച്ചുന്ന അപ്പം മുന്നേ എണീറ്റുന്ന എൻ്റെ കുട്ടി സൂപ്പർ. മിട്ടു ഉമ്മും എല്ലാവരും അടിപൊളിയായി. ഇഞ്ഞു അവിടെ മെയിൻ ടീം ആ റൂമിൽ കിടന്ന് മേക്കപ്പിലാട്ടോ. ഗേൾസ് ഇനി പുട്ടിയും വാരി തേച്ചിട്ട് ഇപ്പോൾ വരും, ഒട്ടിട്ട് വരും. ഞങ്ങൾ ഫുള്ള് ബോയ്സ് റെഡിയായി, ഗേൾസ് റെഡി ആയിട്ടില്ല. ഗേൾസ് അവിടെ പുട്ടി തേച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ വരും. ഞാനും ഉണ്ടാക്കണേ യെല്ലോയിൽ കയറിയിട്ടോ. ഉണ്ടോ, ഞാൻ യെല്ലോയിൽ ഷെബുപ്പ് വരും സെറ്റായിട്ട്. അപ്പം ഒന്ന് വന്നിട്ട് കാണാം കേട്ടോ. ഓ കമ്മൽ വേഗം പോയി മാറ്റുവാ. ഒക്കെ അങ്ങനെ നല്ല ഒക്കെ മാറ്റല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനും എൻ്റെ കുട്ടിയും റെഡി ആയിട്ടോ. ഉമ്മാരിപ്പോഴും റെഡിയായി വന്നിട്ടില്ല. എൻ്റെ കുട്ടി സുന്ദരനായി വന്നിട്ടുണ്ട്. ഈ ഡ്രസ്സ് എൻ്റെ നല്ലപ്പ വന്നില്ലേ നമ്മളെ വീട്ടിലേക്ക് പെങ്ങളെ കാണാനൊക്കെ. അപ്പോൾ കൊടുന്നാണ് അല്ലേ, നല്ല ഭംഗിൻ്റെ കുട്ടിക്ക്. അപ്പോൾ ഞങ്ങൾ സെറ്റായി. ഓലെപ്പോഴും റെഡിയായി കഴിഞ്ഞിട്ടില്ല മക്കളെ, സമയമെടുക്കും. ബസ്സൊക്കെ വന്ന് പോയി തോന്നില്ലേ പോലെ. ഞങ്ങൾ ഇനി ഇവിടുന്ന് 1 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടല്ലേ. സെറ്റല്ലേ അപ്പോൾ കുഞ്ഞാ? കഴിഞ്ഞില്ലേടി, എപ്പോൾ തേക്കൽ തുടങ്ങിയതാ? എന്നാ പോരി. കല എപ്പോൾ തേക്കൽ തുടങ്ങിയ? ഓ കണ്ണാപ്പ റെഡി ആയി കുഞ്ഞാ. എന്റെ കുട്ടി സെറ്റ് ആയിക്കണേ. ഉമ്മയൊന്നും ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഓ ഫൈനലി ഒക്കെ ആക്കണ്, മാറ്റി ഇറങ്ങിക്കണ്. നല്ല അടിപൊളിയായിട്ടോ. ഫോട്ടോ എടുത്ത് തരാലോ. എന്താണ് ഓക്കെ ആക്കണ, അടിപൊളിയായിട്ട് സെറ്റ് ആയിക്കോ. അപ്പൊ ഇതാട്ടോ 3 പേര് ഡ്രസ്സിന്റെ ഫോട്ടോ അല്ല, 3 പേരെ ഡ്രസ്സും മാമി ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്, കാക്കും ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്. നമ്മൾ മലപ്പുറത്ത് കൊടുക്കുന്ന 2 ഡ്രസ്സാണ്. ഷെബുവിൻ്റെത് പിന്നെ ഷെബുവിൻ്റെ കല്യാണത്തിന് ടൈമിന് ഗിഫ്റ്റ് കിട്ടിയത്. പിന്നെ തയ്പ്പിച്ചതാണ്, ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ ഷെബുവിൻ്റെ ഡ്രസ്സ്. നല്ല ഭംഗി. അത് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ തന്നെയല്ലേ? ഇപ്പോൾ ഡ്രസ്സ് ഇതാട്ടോ ഷെബുവിൻ്റെയും. അടിപൊളി. ഇത് കാണിച്ചടി വർക്ക്, അടിപൊളി വർക്ക് കേട്ടോ. പിന്നെ മഞ്ചപ്പൂ എന്നെ എന്തൊക്കെ അടിമുഖത്ത് തിളങ്ങുന്നുണ്ട്. യെസ്, സെറ്റല്ലേ ഷെബു? അടിപൊളിയായിട്ടോ. ഷെബുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പേഴ്സണലി ഇഷ്ടമായവർക്ക് പറയട്ടോ. കാരണം എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. പിന്നെ ചേട്ടൻ ചോദിച്ചാൽ മാതിരി ഇച്ചിരി മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? ഞങ്ങൾ ഇറങ്ങിട്ടോ. ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ വെയിറ്റ് ചെയ്യാണ്. അവിടെ നിന്ന് ബസ്സിൽ എല്ലാ ഫാമിലിയും കൂടെ കയറിയിട്ട് ചെക്കനും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകും. അതാണ് പരിപാടി. 1 മണിക്കൂറോളം നമുക്ക് ഡ്രൈവ് ഇട്ടില്ല ഷെബു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സെറ്റായി. ഷെബു ഞാൻ മാച്ചാട്ടോ. ഞാൻ യെല്ലോ, ഷെബു റെഡ് അല്ലേ? അതായത് റെഡും യെല്ലോ നല്ല കോംബോ അല്ലേ ഷെബു? അല്ലേ? അപ്പോൾ നമ്മളെ കുട്ടിപ്പട്ടാളം ഇവിടെ നമ്മളെ വണ്ടിയിലൊക്കെ ആയിരിക്കണത് കാക്കും. ഇനി ഇവിടുന്ന് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അവിടെ എത്തിയിട്ട് കാണാലോ. യെസ്, ഒക്കെ സെറ്റാട്ടോ. കല്യാണം ഇത് കല്യാണം കൊണ്ട് ഞങ്ങളെ ലാസ്റ്റ് കല്യാണമാണ്. പിന്നെ നമ്മള് നാട്ടിലത്തെ ലാസ്റ്റ് കല്യാണമാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ സൗദിക്ക് പോകും ഇൻഷാ അല്ലാ. അപ്പൊ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞല്ലോ. ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റ് ആക്കിട്ടോ. കല്യാണം നമ്മള് അടിച്ചു പൊളിക്കാം. പാട്ട് പഠിക്കണം, എല്ലാവരും പാട്ട് പഠിക്കാണേ. കാക്കു
അങ്ങനെ റേനമാമി ഫാമിലിയൊക്കെ എത്തി. ഇന്നലെ വന്ന് നമ്മൾ സെയിം ഓഡിറ്റോറിയത്തിൽ കേട്ടോ. ഇന്നലത്തെ വ്ളോഗ് കാണാത്തൊരു കണ്ടാൽ മതി. ഇന്നലെ വന്ന സെയിം ഓഡിറ്റോറിയത്തിൽ തന്നെ കേട്ടോ പരിപാടി. ഇന്ന് ഓ പൊടിക്കാറ്റ് നോക്കി, ബാക്കിൽ പൊടി നോക്കി. ഈ ചെക്കൻ വരണം കേട്ടോ. ചെക്കനെ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ. ഷെബു രണ്ടാളും നല്ലോണം സെറ്റാണ്. കല്യാണമല്ലേ, കല്യാണത്തിന് കുറച്ച് ഓവറാവാന്നായിട്ട് പറയണ പോലെ. നമ്മൾ അൻസർ മാമയായിട്ട് നമ്മളിപ്പോൾ സൗദിയിലുണ്ടായിനാണ്. നമ്മളെ സൗദിയിലുണ്ടായിരുന്ന ഫാമിലിയാണ്. ജമീർ മാമ അല്ലേ? റീനാപ്പിയോ ആണോ? ചെറുക്കനെത്തിട്ടോ. ഓ എവിടെയാ റോസാപ്പൂ മേടിച്ചു? അതിനെ പിടിച്ചോ, അങ്ങനെ തന്നെ കൂടണ്ടാ. പിടിച്ചോ പിടിച്ചോ, കൂടരുത് കേട്ടോ, കൂടരുത്. പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിട്ടോ. ഒക്കെ ഇതാക്കണേ, വണ്ടിയിൽ കുത്തിരിക്കണേ, ഒക്കെ ഫുഡും കഴിച്ച് എല്ലാവരും എൻജോയ് ചെയ്തില്ലടാ. അടിപൊളിയാണ് കേട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇതാക്കണം. ഇനി ഞങ്ങൾ പോണത് റിസപ്ഷനാണ്. അത് ചെന്നിട്ടൊന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം റിസപ്ഷന് പോവാന്. ഇപ്പൊ നമ്മളൊക്കെ പോയത് പെണ്ണിന്റെ പരിപാടിക്കല്ലേ? ഇപ്പൊ 2 മണിക്കൂർ. എത്ര മണിക്കാണ് റിസപ്ഷൻ കാക്കോ? 5 മണിയാകുമ്പോ. വീട്ടിൽ തന്നെ അല്ലേ? വീട്ടിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പോയത് പെണ്ണിന്റെ അവിടേക്കാട്ടോ പോയത്, ഓഡിറ്റോറിയത്തേക്ക്. അപ്പൊ പരിപാടി കാര്യങ്ങളൊക്കെ അടിപൊളി ഗംഭീരായി. അപ്പൊ ഇനി നമ്മള് ഡ്രസ്സൊക്കെ മാറ്റി റിസപ്ഷന് കാണാം കേട്ടോ. ഞങ്ങളൊക്കെ പെരുന്നാൾ ഡ്രസ്സ് കാക്കോ, പെരുന്നാൾ ഡ്രസ്സ് ഒക്കെ ചെയ്യിപ്പിച്ച കാക്കു ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്, റേനാമയും ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്. ഷെബു ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. അതിലെ പാന്റ് ഒന്നും ഓർമ്മയില്ല. എന്തായാലും എത്ര കൊല്ലേ? 10 കൊല്ലം ബാക്കല്ലേ നമ്മളെ കല്യാണം കഴിഞ്ഞ്? 10 കൊല്ലം അല്ല, സോറി, ഞാൻ അല്ലല്ല, ഞാനേ സൗദി അറേബ്യയിൽ എത്തിയിട്ട് 10 കൊല്ലം. 6 കൊല്ലം 6 കൊല്ലം അല്ലേ ചെപ്പോ? ഒന്ന് ചോദിച്ചല്ലേ ഈ സന്ദർഭത്തിൽ കാക്കോന്ന് ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. പിന്നെ 7 വർഷത്തോളായി ഷെബുവിന്റെ ഡ്രസ്സ്. അതിൽ പാന്റൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിച്ചാലേ ഷെബു? ഷാളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഏതായാലും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുട്ടപ്പന്മാരായിട്ട് കാണാം. ഞങ്ങൾക്ക് ഡ്രസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, കല്യാണ ഡ്രസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, കാക്കുവിന്റെ ഷെബുവിന്റെ റേനമാമിന്റെ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യില്ലേ കാക്കു?
ഇത്രയും കഷ്ടപ്പെട്ട് ജയിപ്പിച്ചാണ്. നല്ലതേ പറയാവുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി ജയിപ്പിച്ചു. മേക്കപ്പ് കൂടുതലാണ് പറഞ്ഞോണ്ട് വരരുത്. മേക്കപ്പ് കൂടുതലാണ്. നമ്മള് റിസപ്ഷന് പോകാൻ വേണ്ടിട്ട് നമ്മള് ഒരുങ്ങിട്ടോ. ഞാൻ അതിമോനെ ഒരുങ്ങിക്കണേ. കുട്ടി പട്ടാളങ്ങളൊക്കെ ബാക്കിൽ ഒരുങ്ങുന്നുണ്ട്. ഷെബൂറ്റും അതങ്ങനെ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നാണ്ടൊന്ന് 2-3 മണിക്കൂർ റെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പൊ അതാ മാറ്റി ഇറങ്ങിക്കണേ. രണ്ടാളും മേക്കപ്പ് ഒക്കെ ഒന്ന് കമ്മിയാക്കിക്കണേ. കാക്കുവിന്റെ ഒന്നിട്ടില്ല. കാക്കുവിന്റെ ഡ്രസ്സ് രസമുണ്ട് കേട്ടോ. ബ്ലാക്ക് ഈ വർക്ക് നല്ല രസമുണ്ട്. യെസ്. ഷെബുവിൻ്റെത് പിന്നെ നമ്മൾ കഴിഞ്ഞ വ്ളോഗില് ഇപ്പൊ കണ്ടതാണ്. രസമുണ്ട്, അടിപൊളി. ഞങ്ങളൊക്കെ കല്യാണ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. ഇവിടെ നടന്ന് പോകാൻ തന്നെ ഉള്ളൂ. ഹായ് പറ, ഹായ് പറ. ശരിക്കും ഹായ് പറ, ഹായ് പറ. Happy married life, guys. ശ്രീരാമജയ്ക്ക് കേക്ക് നല്ല ഇഷ്ടമാണ്. ആവശ്യത്തിന് കൊടുക്കാം. മീൻ കേക്ക് ഇപ്പം അവൈലബിൾ അല്ല. സഹിലിന്റെ ഒരു ഷൂ സഫ്നയുടെ കയ്യിലും സഫ്നയുടെ ഒരു ചെരുപ്പ് സഹിലിന്റെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 10 ക്വസ്റ്റ്യൻസിലേക്ക് ഈസി ക്വസ്റ്റ്യൻ. ഇപ്പം ഈ കൂട്ടത്തിൽ ഏറ്റവും കരയുന്നത് ആരാന്ന് ചോദിക്കും. ഇപ്പൊ സഹിലാണ് കരയുന്നതെങ്കിൽ സഹിലിന്റെ ഷൂ പൊക്കി കാണിക്കണം. ഓക്കെ, അങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ രണ്ടുപേരും കയ്യിലുണ്ടല്ലോ, എടുക്കാൻ പറ്റൂലേ? സഫ്ന, കൂടുതൽ ദേഷ്യം. നോക്കാൻ പാടില്ല. കുക്കാണ്, നന്നായി കുക്ക് ചെയ്യാൻ അറിയാവുന്നത്. എന്താ കുക്ക് ചെയ്യുന്നേ? മാഗി നൂഡിൽസ്. കൂടുതൽ സംസാരിക്കുന്നതാരാണ് രണ്ടുപേരില്? ജാനകിയുടെ സൗണ്ട്. കടലിന്റെ അല്ലേ? വ്ളോഗില് കാര്യമായിട്ട് എല്ലാ വീഡിയോസും ഉണ്ട്.
എല്ലാം ഉണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കേട്ടോ, വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാം അല്ലേ. അവിടെ ചെക്കനും പെണ്ണും വന്നാണ്ട് നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പരിപാടിയൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. ഞങ്ങളൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. ഇവിടെ അങ്ങനെ ഇപ്പോൾ ഫോട്ടോഷൂട്ടിന് വന്നേക്കാട്ടോ നമ്മളെ വീട്ടിലേക്ക്. തകർത്ത് അഭിനയിക്കുന്നുണ്ട് അവിടെ രണ്ടാളും.